നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു സമയത്ത് ഇസബല്ലയുടെ ഓൺലൈൻ തുടങ്ങിയ ഒരു സമയത്ത് ഞങ്ങൾക്ക് കുറേ സെയിൽ നടന്നു. കുറേ എന്ന് പറഞ്ഞാൽ ഒരു ഹിറ്റായിട്ട് നിന്ന ഒരു ടൈപ്പ് ഓഫ് സാരിയാണ് ക്രേപ്പ് ജോർജറ്റ് എന്ന് പറയുന്നത്. അത് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കണ്ട ഒരു നോർമൽ ജോർജറ്റിൻ്റെ സാരിയാണ്, പക്ഷെ ഉടുത്തു കഴിഞ്ഞാൽ ഇത്രയും ഭംഗി തരുന്ന പെണ്ണുങ്ങളുടെ എല്ലാ അഴകുകളെയും വെളിയിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ടൈപ്പ് സ്റ്റഫും അതിൻ്റെ ഡൈയിങ് അതെ, അതിൻ്റെ കളർ കോമ്പിനേഷൻസ് അതെ, അങ്ങനെ പല ഘടകങ്ങൾ ഒന്നിച്ചു വരുന്നൊരു സാധനമാണ്. അതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ഭയങ്കര പെർഫെക്റ്റ് മാച്ചാണ്. ഏത് ബോഡി സൈസുള്ളവർക്കും, മെലിഞ്ഞവരാട്ടെ മീഡിയം സൈസാട്ടെ നല്ല വണ്ണമുള്ളവരാട്ടെ ഏവർക്കും പറ്റുന്ന ഒരു സാധനമാണ് ഇത്. ഒറിജിനൽ ക്രേപ്പ് ജോർജറ്റാണ്, പ്യുവറാണ്. അതുകൊണ്ട് റേറ്റ് ഉണ്ട്. റേറ്റ് മീൻ 2000 ആ ഒരു റേറ്റ് ഉണ്ട്. പക്ഷേ നമ്മൾ വൺസ് അത് മുടക്കി കഴിഞ്ഞാൽ അത് നമുക്ക് അത്രയും വർത്താണ്. ഏത് പാമരനെയും പണ്ഡിതനാക്കുന്ന പറഞ്ഞ പോലെ ഏത് പെണ്ണിനെയും അതിൻ്റെ സൗന്ദര്യത്തിൻ്റെ ഒരു ഇതിലെത്തിക്കുന്ന ഒരു സാരി. ഞാൻ ഇത്രയും ഘോരം പറയുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അത്രയ്ക്ക് ഇതായോണ്ട് കേട്ടോ തന്നെയാണ് കേട്ടോ. നമുക്ക് ആ ഒരു കാലത്ത് ഒത്തിരി പോയതാണ്. പിന്നെ അങ്ങ് ഒരു സാധനം തന്നെ ഒത്തിരി കാണിക്കുന്ന എനിക്കൊരു ഇഷ്ടമില്ലാത്ത കൂട്ടത്തിലാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് നാളായിട്ട് അത് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പം വീണ്ടും ഈ സാരിയുടെ മനോഹാരിത കണ്ടപ്പോൾ എനിക്ക് കൊണ്ടുവരാതിരിക്കാൻ തോന്നിയില്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഏത് കളറാണ്, ഇപ്പോൾ ബ്ലാക്കാണ് വരുന്നത്, അതിൻ്റെ ജെറ്റ് ബ്ലാക്ക് ആയിരിക്കും. ഏത് കളറാണ് അതിൻ്റെ ഏറ്റവും ഡീപ്പായിരിക്കും അതിൻ്റെ കളർ ഡൈങ്. ഇപ്പം തന്നെ ഇത് തന്നെ ഈ ഡാർക്ക് ബ്ലാക്കിൽ ഡാർക്ക് ഒരു ഒനിയനോ പീച്ചോ ഒക്കെ കൂടെ, ഒനിയനല്ല റാണി പിങ്ക്, പീച്ച്, ഇത് കളർ കറക്റ്റ് പറയാൻ പറ്റത്തില്ല, അത്ര ഡീപ്പായിട്ടുള്ള ഡൈയിങ് ആണ്. പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡ്രൈ വാഷ് ചെയ്യാനേ പാടുള്ളൂ. നിങ്ങൾ സാരി ഫുൾ വെച്ചിട്ട് ഉടുക്കുവാണെങ്കിൽ അഴക് ഇരട്ടിയാവും. ഒത്തിരി ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കത്തില്ലാത്ത അത്ര ഡ്രസ്സാണ് ഇത്. വാങ്ങിച്ചവർ ധാരാളമുണ്ട്, ഉപയോഗിച്ചവരും ധാരാളമുണ്ട്. ഇഷ്ടമില്ലാത്ത ഒരാളും കാണത്തില്ല. കണ്ടോ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സാരി ഉടുത്തിട്ട് വീഡിയോ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്തോ സന്ദർഭവശാൽ അതിനിന്ന് സാധിച്ചിട്ടില്ല. ഈ വീഡിയോ ഇന്ന് കാണിക്കണം എന്നെനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ അടിപൊളി സാരി നോക്കിയോ. ഇതിൻ്റെ എന്നോട് ഈ കളർ ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല കേട്ടോ. ഒരു സൈഡിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് തോന്നും റാണി പിങ്ക് ആണെന്ന് തോന്നും, പീച്ചാണെന്ന് തോന്നും. ഇതിൻ്റെ എല്ലാം കൂടെ മിക്സഡ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. ഒനിയൻ പിങ്ക് എന്ന് പറയാൻ പറ്റുമോ? അതെനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഇതാണ് മുന്താണി വരുന്നത്. മുന്താണി കാണിച്ചു. ബ്ലൗസ് വരുമ്പോൾ പ്ലെയിൻ വന്നിട്ട് കൈയുടെ അറ്റത്ത് ആ ഒരു സംഭവം, ഇതാണ് ബ്ലൗസ്. പ്ലെയിൻ അല്ല കേട്ടോ, കൈടത്തെ സംഭവം എന്നെ തല്ലിക്കൊന്നു. ഇതാണ് ബ്ലൗസ് വരുന്നത്. അതായത് അവിടെ ഒരു ഇച്ചിരി വലിയ പ്രിന്റ്, ബോഡിക്ക് വരുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള പ്രിന്റ്. നല്ല സാരിയാണ്. നിങ്ങൾക്ക് ആർക്കും അത് ഇഷ്ടപ്പെടാതെ പോകത്തില്ല എന്ന് എനിക്ക് നല്ല ഷുവർട്ടി ഉണ്ട്. ഇത് രണ്ടും രണ്ട് വിലയുണ്ട്. ചെറിയ കുഞ്ഞു മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട് വിലയ്ക്ക്. അത് സ്റ്റഫിൻ്റെ വ്യത്യാസമോ അല്ലെങ്കിൽ അതിൻ്റെ കോമ്പിനേഷൻ വ്യത്യാസമോ ഡൈയിങ്ങിൻ്റെ വ്യത്യാസമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാം. എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഇതിൻ്റെയാണ് ബ്ലൗസ്. പ്ലെയിൻ ഇതേ കാണുന്ന ഭാഗമാണ് ബ്ലൗസ്. കണ്ടോ, പ്ലെയിൻ വന്നിട്ട് കൈകറ്റത്ത് വെക്കാനായിട്ട് ആ ഒരു ബോർഡർ. ഇത് മുമ്പേ കാണിച്ച കളറും തമ്മിൽ വലിയ വ്യത്യാസമില്ല. കളറും ഡിസൈൻസിലുള്ള വ്യത്യാസമാണ്. കട്ട് ചെയ്തിട്ട് കാണിച്ചതില്ലേ, ഇച്ചിരി തെളിഞ്ഞതാണെങ്കിൽ ഇതൊരു പേസ്റ്റലിലേക്ക് വരുമോന്ന് ചോദിച്ചാൽ ഒരു മാറ്റ് ഫിനിഷ് എന്നൊക്കെ നമ്മൾ പറയില്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരു കളറാണ്. നല്ല രസമാണ്, രണ്ടും നല്ലതാണ്. ഈ സാരി ഇത്ര എണ്ണം നിരത്തി വെച്ചിട്ട് നിങ്ങളോട് കടയിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും മണ്ടടിച്ച് പോകും. ഏത് എടുക്കണം എന്നറിയത്തില്ല. അത് ഞാൻ ശരിക്കും പറഞ്ഞു കേട്ടോ. ബ്ലൗസ് കണ്ടല്ലോ, ആദ്യം കാണിച്ചില്ലേ, പ്ലെയിൻ വന്നിട്ട് അറ്റത്ത് കയ്യിൽ ഈ ഒരു ബോർഡർ വരുന്നത്. ഇപ്പോൾ കാണിച്ചതിൻ്റെ തന്നെ കളർ ചേഞ്ച്, മസ്റ്റാർഡ് യെല്ലോയും ബ്ലാക്കും. അതാ ഞാൻ പറഞ്ഞത്. ഇതിപ്പോൾ ഇതാണ് ബ്ലൗസിൻ്റെ പാർട്ട്. ഇത് ബ്ലാക്ക് എന്ന് പറഞ്ഞാലും ജെറ്റ് ബ്ലാക്ക് എന്ന് പറയുന്നതിലും ഒരു ആ യെല്ലോവിഷ് ഒരു മിക്സിങ് അതിനകത്ത് ഡൈങ്ങിനകത്ത് നടന്നിട്ടുണ്ട്. അങ്ങനെ ഒരു മിക്സിങ് ഉണ്ട്. ഒരു ബ്ലാക്ക് തന്നെ അല്ലേ, ബ്ലാക്കാണ്. ആ ഒരു യെല്ലോ മിക്സ് ചെയ്തതിൻ്റെ ഒരു ഇത് ഉണ്ട്. നല്ലൊരു കോമ്പിനേഷനാണ്, ഭയങ്കര രസമായിട്ടുള്ള കോമ്പിനേഷനാണ്.
ഏതാ ഇഷ്ടമെന്ന് സത്യമായിട്ടും കൺഫ്യൂഷൻ ആവും. നിങ്ങൾ ഓൺലൈനിൽ എടുക്കുന്നവർക്ക് നല്ലതെന്ന് ഞാൻ പറയും. കാരണം അല്ലെങ്കിൽ നമ്മൾ വണ്ടടിച്ചു പോകും. ശരിക്കും പറയും അത് വേണോ ഇത് വേണോ, പിന്നെ ഏറ്റവും അവസാനം 2 3 എടുക്കേണ്ടി വരും. ഞാനൊക്കെ അങ്ങനെ ഒത്തിരി പെട്ടിട്ടുള്ളതാണ്. ഞാൻ പർച്ചേസ് ചെയ്യുമ്പോഴത്തേനും എനിക്കിത് നല്ലതൊക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേനും ഒരു വല്ലാത്തൊരു ഒച്ചമൊക്കെ ഉണ്ട്. കണ്ടോ, നോക്ക് എന്നാ രസമാണോ, നോക്ക്. ഇതിനകത്താണെങ്കിൽ ബോഡിയുടെ അവിടെ എല്ലാം കുറച്ച് ബുട്ടാസാണ്. ബുട്ടാസിനല്ല, ഇങ്ങനെ ചെറിയ ഡിസൈൻസ്, ബോർഡർ ഇങ്ങനെ വീതിക്ക് വരും. മുന്താണി വന്നിട്ട് ദേ കണ്ടോ, ഇതിൻ്റെ ജെറ്റ് ബ്ലാക്ക് കേട്ടോ. 2000 രൂപ കൊടുത്തൊരു സാരി എടുത്താലെന്നാ ഇത്രയും സുന്ദരിയാക്കാൻ? ഇത് വേറെ ഒന്നും വേണ്ട. ഇതിന് ചേരുന്ന ഒരു പേര് മാലയും കൂടെ ഒക്കെ ഇങ്ങോട്ട് ഇട്ടേ. പിന്നില്ലേ, നമ്മളാണ് താരം. ബ്ലൗസ് എനിക്കൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചി വന്നപ്പം ഈ പറഞ്ഞാൽ ഈ സാരി നല്ലതാന്ന് കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും. പക്ഷേ ആ ഇതുപോലത്തെ ഇതിൻ്റെ തന്നെ സാരിയാണ്, കറുപ്പും ചുവപ്പുമാണെന്ന് തോന്നുന്നു കോമ്പിനേഷൻ. പുള്ളിക്കാരത്തി അത് ഇട്ടുകൊണ്ട് സാരി ഉടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഞാൻ ധരിച്ച് നിന്ന് പോയെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രസമാണോ നമുക്ക് തോന്നും. ഇതുണ്ടോ, നോക്ക്. ഇതൊക്കെ ഞാൻ പറഞ്ഞ വണ്ണം ഉള്ളവർക്കും വണ്ണമില്ലാത്തവർക്കും പ്രായം കൂടിയവർക്കും ചെറിയ പ്രായത്തിലുള്ളവർക്കും എല്ലാം ഭയങ്കരമായിട്ട് ശരി. എൻ്റെ ബ്ലൗസ്, എൻ്റെ ടോപ്പിൻ്റെ നല്ല കോമ്പിനേഷൻ അല്ലേ. ഇതിൻ്റെ ബ്ലൗസ് ഇതാണേ, ഇതാട്ടോ. ഫസ്റ്റ് കാണിച്ചില്ലേ ആ സാരിയുടെ വേറെ കളറായത്. എന്താ ഇതൊന്നും മാറ്റി വെക്കാൻ തോന്നുന്നില്ലല്ലേ. ശരിക്കും പറയാം, ഇത് ഉടുത്തൊരു സാരി, എനിക്ക് ഇത് കൂട്ടൊരു സാരി ഉടുത്തിട്ട് കാണിക്കാനായിരുന്നു കുറച്ചും കൂടെ ഭംഗി. വേറെ ഒന്നിനുമല്ല, ഉടുത്താൽ എങ്ങനെയുണ്ടെന്ന് നമുക്കും ഒന്ന് കാണാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഉടുക്കാൻ പറ്റിയില്ല. ഇത് മുമ്പേ കാണിച്ചതിൻ്റെ തന്നെ ആദ്യം ഫസ്റ്റ് കാണിച്ചില്ലേ അതിൻ്റെ തന്നെ പ്രിന്റിൽ ചെറിയ വലിപ്പ വ്യത്യാസമുള്ള ഒരെണ്ണം. നമ്പർ കൂട്ടി വേണം നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കാൻ കേട്ടോ. കാരണം നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ അറിയാമല്ലോ, ഇത് മാറിപ്പോകാൻ നല്ല ഇതുണ്ട്. നമ്മളങ്ങനെ മാറിപ്പോകില്ല കേട്ടോ. പ്രിൻ്റൊക്കെ നല്ല പലതവണ പോസ്റ്റൊക്കെ ചെയ്തിട്ടേ ഉള്ളൂ അയക്കാറുള്ളൂ. നമുക്കങ്ങനെ മാറിപ്പോയ ഒരു ചരിത്രം വളരെ കുറവാണ്. പിന്നെ ഒത്തിരി എണ്ണമൊക്കെ അയക്കുമ്പം ചിലപ്പോൾ ഒരു മിസ്റ്റേക്കൊക്കെ സംഭവിക്കും. അതായത് അതുകൊണ്ട് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ എപ്പോഴും നമ്പർ കൂട്ടി റേറ്റും കൂടെ കൂട്ടിയുള്ള സ്ക്രീൻഷോട്ട് എടുക്കാറുള്ളത്. ഇനി ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയണ്ടല്ലോ. ബ്ലൗസ് ഇതേണ്ട ഇത്. ഇനി വേറൊരു സാരി കാണിക്കാം. ഇന്ന് കാണിക്കുന്ന സാരിയെല്ലാം എന്നെ സംബന്ധിച്ച് ഭയങ്കര ഹാപ്പിനെസ്സോട് കൂടിയാണ് ഞാൻ കാണിക്കുന്നത്. എൻ്റെ ഒരു ടേസ്റ്റ് വെച്ചിട്ട് ഒത്തിരി സാമ്യതയുള്ള സാരീസ് കിട്ടുമ്പോൾ നമുക്കൊരു പ്രത്യേകത അത് കാണിക്കാനല്ലേ എന്ന് പറഞ്ഞ പോലെ. ഇതിപ്പം നമ്മുടെ അജ്രക്ക് പ്രിൻ്റ് വരുന്ന റയോൺ സാരി കേട്ടോ. ഇതിനകത്ത് ഇതുകൊണ്ടുള്ള 1000 ഗുണങ്ങൾ എനിക്ക് പറഞ്ഞു തരാനുണ്ട് നിങ്ങളോട്. ഇതാ സാരി ഇതാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ അകലേന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റഫ് പിടിച്ച് നോക്കിയില്ല, പ്യുവർ മൊഡാളിൻ്റെ സാരിയാണേ തോന്നുള്ളൂ. കാരണം പ്യുവർ മൊഡാൾ മെജോറിറ്റി ഇറങ്ങുന്ന ഈ ഒരു സ്റ്റഫിലാണ്, പ്രിൻ്റഡ് ആയിട്ട് വരുന്നതല്ല, അജ്രക്കിൻ്റെ സ്റ്റഫിലായി വരുന്നത്. ഇത് കണ്ടോ, മുന്താണികളെ ഇത് നോക്കി. അപ്പോൾ ഇതിൻ്റെ റേറ്റും കൂടെ വെച്ച് നോക്കുമ്പം പ്യുവർ മൊഡാളിൻ്റെ റേറ്റ് എവിടെ പോയി നിൽക്കുന്നു? 3500, 4500, അങ്ങനെ മേലോട്ട് പോകല്ലേ. ഒന്നത്. 2, ഇതിൻ്റെ ഡീപ്പ് ഡാർക്ക് കളർ. അതെല്ലാത്തിലും ഉപരി ഞാൻ വേറൊരു കാര്യം പറയട്ടെ, കുർത്തി തയ്ക്കാൻ നിങ്ങൾ 2 പ്രാവശ്യം 3 പ്രാവശ്യം സാരി എടുത്ത് കഴിഞ്ഞിട്ട് ഒരിക്കലും ഇതെടുത്ത് വെറുതെ പഴക്കി കളയരുത്. എൻ്റെ റിക്വസ്റ്റാണ്, എടുത്ത് കുർത്തി തയ്ക്കണം. ഇതിൻ്റെ ടോപ്പും ബോട്ടും ഷോളും സെറ്റ് ചെയ്യാം. എന്നിട്ട് അങ്ങനെ കുർത്തിയാക്കി തയ്ക്കുകയും ചെയ്യാം, സാരിയായിട്ട് ഉടുക്കുകയും ചെയ്യാം. സാരി എന്നാന്ന് പറഞ്ഞാൽ ഒരു സാരി നമ്മൾ എത്ര പ്രാവശ്യം ഉടുക്കും, അങ്ങനെ ഉടുക്കത്തില്ല. അതേസമയം കുർത്തിയാണെങ്കിൽ നമ്മൾ ഡെയിലി ഓഫീസിൽ പോകുമ്പോഴോ ജോലിക്ക് പോകുമ്പോഴൊക്കെ ഇട്ടുകൊണ്ട് പോകാം. ഇതാണ് ആദ്യത്തെ ഡിസൈൻ. ഇതിന് ബോർഡറും ഇല്ല, ഇങ്ങനെയാണ് ഫുൾ ഡിസൈന്. മുന്താണി മാത്രം കേട്ടോ. രസമാണ്, ഡാർക്ക് മെറൂണേ. ബ്ലൗസ് വന്നിട്ട് ഇങ്ങനെ പോൾക്കാ ഡോട്ട്സ് വരുന്ന ബ്ലൗസ്. ഇന്നത്തെ അയ്യോ മാറിപ്പോയി. എടുക്കുന്നുണ്ടോ? പിന്നില്ലേ, ഇതെന്നാന്നറിയാമോ ഞാൻ പറയാൻ വന്നത്, ഇത് മസ്റ്റായിട്ട് നിങ്ങൾ റേറ്റ് വ്യത്യാസമുണ്ട്, റേറ്റ് കുറവെന്നൊക്കെ പറഞ്ഞാലും പ്യുവർ റയോണാന്ന് പറഞ്ഞാലും നിങ്ങളിത് ഡ്രൈ വാഷ് ചെയ്യാവുള്ളൂ. കാരണം ഇതിന് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് വരുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും സ്വന്തമായിട്ട് വാഷ് ചെയ്യാൻ പോകരുത്. ഇനി അറിയാവുന്നവർ ചെയ്തോ, സ്വന്തം റിസ്കിലേ ചെയ്യാവുള്ളൂ. ഇവിടെ വരരുത് കംപ്ലൈൻറ്റുമായിട്ട്. മീൻസ് ഞാൻ പറഞ്ഞിട്ട് ഇത് ഡ്രൈ വാഷ് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ എന്നെ എടുക്കണം, കളർ ഗാർഡ് മുക്കിയിട്ട്
വാഷി. കളർ ഗാർഡ് മേടിക്കാൻ കിട്ടും, നമ്മുടെ ഷോപ്പിലൊക്കെ ഉണ്ട്. കളർ ഗാർഡ് വാങ്ങിച്ചിട്ട് അതിനകത്ത് മുക്കി വെച്ചിട്ട് അതേപടി ഇട്ട് ഉണക്കുക, പിഴിയാതെ ഇത് ചെയ്യാതെ സ്പിൻ ചെയ്യാതെ ഉണക്കുക, എന്നിട്ട് പിന്നീട് വാഷ് ചെയ്യുക. അതല്ല എങ്കിൽ ഷാമ്പൂ വാഷ് അറിയാവുന്നവർ ചെയ്യുക, അങ്ങനെ ചെയ്യാവുള്ളൂ. സാധാരണ പോലെ വാഷിംഗ് മെഷീൻ വാഷോ അല്ലാതെ ഉള്ള വാഷുകളൊന്നും ചെയ്യരുതേ. കാരണം ഇതിൻ്റെ ഡൈയിങ് നിങ്ങൾ നോക്ക്, കളർ നോക്ക്, ഇത്രയും ഡാർക്കാണ്. അപ്പോൾ ഡാർക്ക് ഡൈയിങ് വരുമ്പോൾ എന്നാണെങ്കിലും അതിൻ്റെ ഒരു ഫസ്റ്റിലത്തെ പാളി നോക്കി അത് വാഷ് ചെയ്യുമ്പോൾ ഇളകാൻ ചാൻസ് ഉണ്ട്. ഡ്രൈ വാഷ് ചെയ്യുമ്പോൾ അതിന് പ്രത്യേകിച്ച് കെമിക്കലൊക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അങ്ങനെ ഇളകത്തില്ല. കളർ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഇളകത്തില്ല. ഡ്രൈ വാഷ് ചെയ്യാൻ എന്നാൽ നെങ്കൂട്ട് കൊടുക്കുന്ന ഒരു പാടല്ലേ ഉള്ളൂ. പിന്നെ ഒരു സാധനം നമുക്ക് നല്ലപോലെ എല്ലാം കൊണ്ടും അനുയോജ്യമാണ്, മാച്ചാണ്, നമുക്ക് ചേരും, വർത്താണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, അങ്ങനെയൊക്കെ ഒന്ന് വരുമ്പം ഒരു ഡ്രൈ വാഷിന് വേണ്ടി മെനക്കെടുന്നതിൽ കുഴപ്പമില്ല. പിന്നെ എന്നാ ഇത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒറ്റ പ്രാവശ്യം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കുർത്തിയും തയ്ക്കത്തില്ലേ. ഒരു പ്രാവശ്യം വാഷ് ചെയ്യാനായിട്ട് ഫസ്റ്റ് വാഷിനേ ഉള്ളൂ ഈ പ്രശ്നം. ഇത് ബ്ലൗസ് കുറച്ച് സാധനം കാണിച്ചിട്ടുള്ളൂ. ചൊറി എന്നാ പറയാൻ വരുന്നതെന്ന് ഞാൻ പറയട്ടെ. കുളിക്കണം എന്നല്ലേ, 2 നേരം കുളിക്കും കേട്ടോ, ഇല്ലെങ്കിൽ ഒരു നേരം എന്തെങ്കിലും കുളിക്കും. പിന്നെ നല്ല സാരികളല്ലേ. നാളെ ബ്ലൗസിൻ്റെ വീഡിയോ ഉണ്ട് കേട്ടോ. രാവിലെ 10 മണിക്ക് ബ്ലൗസിൻ്റെ വീഡിയോ. നാളെയല്ല, നാളെ രാവിലെ 10 മണിക്കല്ല, വൈകുന്നേരം. നാളെ ശനിയാഴ്ചയല്ലേ, വൈകുന്നേരത്തെ വീഡിയോ ബ്ലൗസിൻ്റെ വീഡിയോ ഉണ്ട്. അതിനകത്ത് ഫുൾ സ്ലീവ് ഉള്ള ബ്ലൗസ് വരുന്നുണ്ട്. ചോദിച്ചവർ അജർക്ക് പ്രിൻറ്റ് വരുന്ന സൂപ്പർ ബോണ്ണക്കൊക്കെ വരുന്ന സൂപ്പറായിട്ടുള്ള ബ്ലൗസ് വരുന്നുണ്ട്, വേണ്ടവർ കാണുക. അല്ലാത്ത ബ്ലൗസും ഉണ്ട്, സ്കാലപ്പൊക്കെ ചെയ്ത വെറൈറ്റി ആയിട്ടുള്ള ഇതുവരെ കാണിക്കാത്ത ബ്ലൗസാണ്. അപ്പോൾ ബ്ലൗസിൻ്റെ വീഡിയോ കാണുക. ഇന്നത്തെ സാരി വേഗം വാങ്ങിച്ചോ, പെട്ടെന്ന് തീർന്നു പോകും. കാരണം അത്രയ്ക്ക് നല്ല സാരിയാണ്. ഞാൻ പറയുന്നു, എൻ്റെ സ്വന്തം പേഴ്സണൽ ഇഷ്ടം വെച്ച് ഞാൻ പറയുന്നു, നല്ല സാരിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എൻ്റെ വിശ്വാസം. താങ്ക് യു.